ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊരു മൈക്രോ വോയിസ് കൺട്രോളാണ്. അങ്ങനെ ഒരു മൈക്രോ ഡിവൈസാണ്. ബോക്സ് കണ്ടപ്പോൾ തന്നെ അറിയാം. അതെ, നമുക്ക് ക്യാമറ, ലാപ്ടോപ്പ് ഇതിൽ കൃത്യമായിട്ട് കണ്ടോ. ക്യാമറ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൈക്രോഫോണാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ് കേട്ടോ. ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. അതുകൊണ്ട് അതിന് ശേഷം ഇതിൻ്റെ വോയിസ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കംഫർട്ടബിളായിട്ട് സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, DSLR, ക്യാമറ എല്ലാത്തിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് പൊട്ടിക്കാം. അതൊരു മാനുവലാണ്. അതിൻ്റെ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം. അതിൻ്റെ മാനുവലാണ്. PMM Boya എന്ന് പറയുന്നൊരു കമ്പനി കേട്ടോ. ഇതിൽ അതെങ്ങനെ യൂസ് ചെയ്യേണ്ട ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കാണാൻ പറ്റും. ഇതിലെന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അത് വെച്ച് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു ഇതിട്ടിട്ട് പോകാൻ പറ്റിയൊരു ഇത് കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേട്ടോ. അതുപോലെ വാട്ടർ പ്രൂഫ് വണ്ടിയാണ്. അപ്പം മഴ പെയ്താലൊന്നും ആവില്ലാത്തൊരു ഇട്ടിട്ട് പോകാൻ പറ്റിയൊരു ബാഗാണിത്. ഓക്കെ, ഒന്നത്. അതിനുശേഷം നമുക്ക് ഇത് ക്യാമറയിൽ ഘടിപ്പിക്കാൻ പറ്റിയ, നമുക്കറിയാം DSLR ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ക്യാമറകൾക്ക് അതിൻ്റെ മുകളിൽ ഘടിപ്പിക്കാൻ പറ്റിയൊരു മൗണ്ടാണ് ഇത്. പിന്നെ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റിയ കേബിളാണ് വോയിസിൻ്റെ. അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ, ടാബ്ലറ്റ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കേബിളും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ഇതിൽ മൊബൈലിലോ അല്ലെങ്കിൽ ടാബിലോ ക്യാമറയിലോ എന്തെങ്കിലും കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇതിൽ ചാർജബിളാണ് കേട്ടോ. ഓക്കെ, ഇതിൽ വയ്ക്കാം. ഇനി മൈക്രോഫോൺ എന്താണ്, നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് മൈക്രോഫോൺ. കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഇത് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരിതും ഇതിൽ കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ അറ്റാച്ച്ഡാണ്. ഇവിടെയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മൊബൈലിലോ ലാപ്ടോപ്പിലോ ക്യാമറയിലോ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം ഓൺ ചെയ്യാം. കണക്റ്റ് ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വോയിസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വോയിസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ല വോയിസ് കൺട്രോളാണ്, നല്ല നോയ്സ് ഒന്നും വരുന്നില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു മൈക്രോഫോണാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വോയിസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.